ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ യൂട്യൂബിൽ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ വേണമെന്ന് ചോദിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടു. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നു. പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ നീ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. സോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് സമയമില്ലാണ്ട് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് 5 ദിവസമാണ് പബ്ലിക് എക്സാമിനുള്ളത്. 28, 1, 2, 3, 4 5-ാം തീയതിയാണ് നമുക്ക് ഇംഗ്ലീഷിന് എക്സാം വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ പഠിക്കാൻ മാറ്റി വെച്ചാൽ പോരാ. അപ്പോൾ ഈ ഒരു 5 ദിവസത്തിൽ 2 ദിവസം മാറ്റി വെച്ചാൽ ബാക്കി 3 ദിവസമാണ് നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 3 ദിവസം നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും എക്സാമിന് മുമ്പ് നമുക്ക് ഒട്ടും പഠിക്കാൻ സമയം കിട്ടാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ ബയോസയൻസ് സ്റ്റുഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ബയോളജിയാണ്. ബയോളജി നമുക്ക് 2 ദിവസം പഠിക്കാൻ കിട്ടുന്നുള്ളൂ. പിന്നെ ഒന്ന് കെമിസ്ട്രി ആണെങ്കിൽ 1 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സബ്ജക്റ്റാണ് ഞാൻ ഒരു 3 ദിവസം പഠിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ബയോളജിയാണ് കൂടുതലും പഠിക്കാനുള്ളത് കെമിസ്ട്രീനെക്കാട്ടും. അപ്പോൾ ഈ ഒരു 3 ദിവസത്തിൽ 2 ദിവസം ഞാൻ ബയോളജി പഠിക്കാനും ബാക്കി ഒരു ദിവസം കെമിസ്ട്രി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ ഒന്ന് കെമിസ്ട്രി പഠിക്കും, പിന്നെ ബാക്കിയുള്ള 2 ദിവസം ബയോളജി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 2 ദിവസം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് 5-ാം തീയതി പോയി ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതുന്നു. പിന്നെ അടുത്ത എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജും അതേപോലെ തന്നെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ പഠിക്കാനെടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് 5 ദിവസം ലീവ് വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനും ഒരു 2 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ദിവസം നമുക്ക് പിന്നെയും വേറെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ദിവസം ഞാൻ കൂടുതലും പഠിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത എക്സാം ആയിട്ട് വരുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു 3 ദിവസത്തിൽ ഞാൻ കെമിസ്ട്രിയാണ് കൂടുതലും പഠിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 ദിവസം ഞാൻ കെമിസ്ട്രി പഠിക്കാനും 1 ദിവസം ബയോളജി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ അടുത്ത ദിവസം കെമിസ്ട്രി എക്സാം ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ കൂടുതലും കെമിസ്ട്രി പഠിച്ചിട്ട് ബാക്കിയുള്ള 5 ദിവസത്തിൽ 2 ദിവസം കെമിസ്ട്രിയും 1 ദിവസം ബയോളജിയും പിന്നെയുള്ള സെക്കൻഡ് ലാംഗ്വേജിന് മുമ്പായിട്ടുള്ള 2 ദിവസം ഹിന്ദി. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദിയാണ്. അപ്പോൾ ആ 2 ദിവസം ഹിന്ദി പഠിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം എഴുതിയിട്ട് ബാക്കി അടുത്ത എക്സാം ആയിട്ട് വരുന്നത് എന്താണ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് നമുക്ക് 1 ദിവസമേ ഉള്ളൂ ലീവ് വരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത എക്സാം ആയിട്ട് വരുന്നത് കെമിസ്ട്രി പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത എക്സാം ആയിട്ട് വരുന്നത് ബയോളജിയാണ്. ബയോളജി ശനി ഞായർ നമുക്ക് 2 ദിവസമായിട്ടാണ് അവധി വരുന്നത്. അപ്പോൾ ഒരു ദിവസം ബോട്ടണിയും 1 ദിവസം സുവോളജി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് പഠിച്ചിട്ട് ബയോളജീൻ്റെ എക്സാം എഴുതിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത എക്സാം ആയിട്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് നമുക്ക് ഏകദേശം ഒരാഴ്ച വരുന്നുണ്ട്. ഈ ഒരു തിങ്കളാഴ്ച എക്സാം എഴുതി കഴിഞ്ഞാൽ ബാക്കി അടുത്ത തിങ്കളാഴ്ചയാണ് നമുക്ക് ഫിസിക്സിൻ്റെ എക്സാം വരുന്നത്. ഏകദേശം 6 ദിവസമാണ് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ സമയം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സിന് കുറേ ചാപ്റ്റർ ഇനിയും പഠിക്കാൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ദിവസം ഫുൾ ഞാൻ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ കുറേ പേരുണ്ടാവും ഫിസിക്സ് അത്യാവശ്യം കംപ്ലീറ്റ് ആക്കി വെച്ചവർ. അപ്പോൾ അവരെന്ന് പറയുമ്പോഴത്തേക്കും 6 ദിവസം ഫുൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എടുക്കണമെന്നില്ല. 1-2 ദിവസം നമുക്ക് വേണമെങ്കിൽ മാത്സും വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഫസ്റ്റ് 2 ദിവസം മാത്സ് പഠിച്ചിട്ട് പിന്നെ 4-3 ദിവസം ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എടുത്താൽ മതി. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ കുറേ പഠിക്കാനുള്ളതുകൊണ്ട് ഒരു 6 ദിവസം ഫുൾ ഞാൻ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 6 ദിവസം ഫിസിക്സ് പഠിച്ചിട്ട് തിങ്കളാഴ്ച പോയി ഫിസിക്സിന് എക്സാം എഴുതിയിട്ട് വരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത എക്സാം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച നമ്മുടെ മാത്സ് ആണ് ലാസ്റ്റ് എക്സാം. അതിന് നമുക്ക് 3 ദിവസമാണ് ലീവ് വരുന്നത്. 3 ദിവസം ഫുൾ നമ്മൾ മാത്സ് പഠിക്കുന്നു, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ മാത്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് ആ ഒരു മാത്സിന് എക്സാം എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് 100% ഇതേപോലെ തന്നെ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു പ്ലാൻ, എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഈ ഒരു ഞാൻ പറയുന്നത് കേട്ടപ്പോൾ എന്തെങ്കിലും ഐഡിയ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് നോട്ടാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ നോക്കിയാണ് പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേണമെങ്കിൽ ഞാൻ ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ്ലി എങ്ങനെ പഠിക്കേണ്ടത്, സ്റ്റഡി ടിപ്സ്, ട്രിക്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ്ലി വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. വലുതായിട്ടൊന്നുമില്ല, എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ്ലി ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ്ലി വീഡിയോ.
നാളെയോ മറ്റന്നാളോ ആയിട്ട് എനിക്ക് കിട്ടുന്ന ചെറിയൊരു സമയത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. അത്രയുള്ള എന്തൊരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.